ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ഷാൻഷബി റെസിപ്പീസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചിപ്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. എല്ലാവർക്കും വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ചിപ്സാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കിയാലോ. ഇതിനാവശ്യമായിട്ടുള്ളത് 1 കപ്പ് റവയാണ്. ഇവിടെ വറുക്കാത്ത റവയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വറുത്ത റവയിലും കുഴപ്പമൊന്നുമില്ല. ഈ 1 കപ്പിന് 1 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. മെഷർമെൻറ്റ് സെയിം അളവ് ഗ്ലാസ്സാണത്. ഇനി ഒരു പൊടിക്കുന്ന ജാറെടുത്ത് അതിലേക്ക് ഇത് ഇട്ട് കൊടുക്കണം. ഇത് നന്നായി ഫൈൻ പൗഡറാക്കി എടുക്കണം. റവ അത്രത്തോളമൊന്നും ഫൈൻ പൗഡറാക്കാൻ പറ്റില്ല, എന്നാലും നമ്മൾ മാക്സിമം അത് പൊടിച്ചെടുക്കണം. ഇനി ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഞാൻ നന്നായി ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഈ ബൗളിലേക്ക് 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. നല്ല എരിവ് വേണ്ടവർക്ക് ഇത്രത്തോളം ചേർക്കണം. കുറച്ച് എരിവ് മതിച്ചെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ മാത്രം മതി. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനു മുമ്പ് ഒരു കാര്യം ഓർപ്പിക്കുകയാണ്, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അത് തൊട്ടടുത്ത് കുഞ്ഞു ബെല്ലൈക്കൺ കാണും, അതൊന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഗോതമ്പ് മാവിൻ്റെ രൂപത്തിലാക്കിയെടുക്കണം. കുറേ വെള്ളം ഒഴിച്ച് നമ്മൾ മാവ് കുഴക്കരുത്, കാരണം അത് ലൂസായി പോവും. ഇത് നന്നായി കുഴച്ചിട്ട് നല്ല സോഫ്റ്റാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണും എണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം. ഇനി ഇത് 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു പ്ലേറ്റ് കൊണ്ട് നമുക്ക് അടച്ച് വെക്കാം. എന്നിട്ട് 15 മിനിറ്റ് കൊണ്ട് എടുത്ത് വെക്കാം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് ഞാനിവിടെ ബോൾസാക്കി എടുക്കാൻ പോകണം. 4 ബോൾസാക്കിയിട്ടാണ് എടുക്കുന്നത്. കുറച്ച് വലിയ ബോൾസ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇത് പരത്തിയെടുക്കുന്നത് ഞാൻ മൈദപ്പൊടി ഉപയോഗിച്ചിട്ടാണ്. ഞാൻ ചപ്പാത്തി പലകയിൽ മൈദപ്പൊടി ഇട്ടിട്ട് ഒന്ന് പരത്തിയെടുക്കാം. അത്രയ്ക്ക് തിന്നാക്കൊന്നും വേണ്ട, എന്നാലും തിന്നാക്കി എടുക്കണം. നൈസ് തിന്നാക്കി എടുക്കരുത്. ഇത്ര കട്ടി പാടുള്ളൂ ഇതിന്. നല്ല തിന്നാക്കി എടുത്തിട്ടുണ്ട് ഞാൻ. ഇനി ഒരു കട്ടർ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ കുപ്പിയുടെ മൂടി ഉപയോഗിച്ചിട്ടോ വേണമെങ്കിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ റൗണ്ട് ഷേപ്പാണ് ആക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പാക്കി എടുക്കാം. ഇനി ഈ റൗണ്ടുകളൊക്കെ നമുക്ക് വേറെ പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇങ്ങനെ എല്ലാം നമുക്ക് ചെയ്യാം. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ചിപ്സിൻ്റെ വീഡിയോ ആണ്. എല്ലാവരും കണ്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം.
ഇതിൽ വേസ്റ്റ് വരുന്ന ഭാഗം നമ്മൾ കളയേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് വീണ്ടും ഒരു ബോൾസ് ആക്കിയിട്ട് നമുക്ക് വീണ്ടും പരത്തിയെടുത്ത് ഇങ്ങനെ ഷേപ്പാക്കി എടുക്കാം. ഇത്രത്തോളം ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് നമുക്കൊരു അടുപ്പിലൊരു പാൻ വെച്ച് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിക്കാം. ഞാൻ ഇവിടെ വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. ഇതിലേക്ക് ചൂടായാൽ ഇതിലേക്ക് ഓരോന്നിട്ട് പൊരിച്ചെടുക്കാം. ഈ എണ്ണയിൽ കുറച്ച് കറിവേപ്പില ഇട്ട് ഫ്രൈ ചെയ്തെടുത്താൽ നല്ല സ്മെല്ലായിരിക്കും, നല്ല സ്വാദും ഉണ്ടാവും. നല്ലോണം ബ്രൗൺ ആക്കി എടുക്കേണ്ട, കാരണം ഇത് എണ്ണയിൽ നിന്ന് കോരി എടുത്താൽ ഒന്നും കൂടി കളർ മാറും. അതുകൊണ്ട് ഒരു മീഡിയം ബ്രൗണിലാക്കി എടുക്കണം. ഇങ്ങനെ എല്ലാം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിപ്സ് ഇവിടെ റെഡിയാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കാരണം വളരെ ക്രിസ്പിയാണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.